ഇന്നെൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂ ആണ്. ഞങ്ങളുടെ നാട്ടുകാരനായ ജോർജ് ഏട്ടനാണ് ഇന്റർവ്യൂ ചെയ്യണത്. നമസ്കാരം. നമസ്കാരം. വണക്കം. ജോർജ് ഏട്ടൻ എത്ര വയസ്സിലാണ് പട്ടാളത്തിൽ പോയത്? ഞാൻ 24 വയസ്സ് കഴിഞ്ഞപ്പോ പട്ടാളത്തിൽ പോയതാ. ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു ഒരു പട്ടാളക്കാരനാവണമെന്ന്. അങ്ങനെ നമ്മുടെ സമയം ശരിയായതുകൊണ്ട് നമുക്ക് പട്ടാളത്തിൽ ജോലി കിട്ടി. അങ്ങനെ പോയതാ. ചെറുപ്പത്തിൽ മറ്റേ ദേശീയപാട്ട് അതായത് ബാംഗ്ലൂരായിരുന്നു എന്റെ ടെസ്റ്റ് ഒക്കെ നടന്നത്. അപ്പൊ അവിടെ സ്പോർട്സ് കോട്ടയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ നന്നായിട്ട് ഫുട്ബോളൊക്കെ കളിക്കുമായിരുന്നു ഇടക്ക്. അങ്ങനെ അവിടെ ചെന്ന് അവിടെ കോച്ചിങ് അവരുടെ പ്രാക്ടീസ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ ടെസ്റ്റൊക്കെ പാസ്സായി. അങ്ങനെ നമ്മൾക്ക് അവിടെ കിട്ടി. കുറച്ചാൾ അവിടെ ഫുട്ബോൾ കളിച്ച് നടന്ന് അവരുടെ BSF വേണ്ടി. അതിനുശേഷം എൻ്റെ ട്രെയിനിങ് വന്ന്. ട്രെയിനിങ്ങിന് വേണ്ടി ഞാൻ 1990 ഞങ്ങളെ രാജസ്ഥാനിലേക്ക് വിട്ടു. രാജസ്ഥാനിൽ ട്രെയിനിങ് നടന്നു. അവിടെ ട്രെയിനിങ് സെൻറ്ററിൽ 9 മാസത്തെ ട്രെയിനിങ് ആയിരുന്നു. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇത്തിരി കഠിനമായിരുന്നു. പക്ഷേ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ നമുക്ക് ശരിക്കും ഒരു പട്ടാളക്കാരനായെന്ന് വേണമെങ്കിൽ തോന്നാം. അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് ഇനി ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ധൈര്യം വന്നു ട്രെയിനിങ് കഴിഞ്ഞതോടുകൂടി. പിന്നെ അങ്ങനെ രാജസ്ഥാനിൽ കുറച്ചാളുണ്ടായിരുന്നു. അതിനുശേഷം അങ്ങനെ പല സ്ഥലങ്ങളിൽ പഞ്ചാബ്, ആസാം, കാശ്മീർ, മണിപ്പൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെറുപ്പത്തിൽ ഇങ്ങനെ പട്ടാളക്കാരും കളിയാക്കി അല്ലെങ്കിൽ ചെയ്യുമ്പോ അങ്ങനെ തലൊടിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള കുഴപ്പമൊന്നും നമ്മളാരും അങ്ങനെ കളിയാക്കിയിട്ടൊന്നുമില്ല. പട്ടാളക്കാരൻ നമുക്ക് അതിൻ്റെതായ ഒരു നാട്ടിൽ വരുമ്പോൾ എല്ലാവരും നമുക്ക് അതിൻ്റെ ഒരു റെസ്പെക്ട് തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും അതേപോലെ നമ്മൾ എല്ലാവരോടും പെരുമാറിയൊക്കെ നോക്കും. പട്ടാളത്തിലെ ജീവിതത്തിൽ കഠിനമായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ലാതെ 10-21 വർഷം സർവീസ് ചെയ്യാൻ യോഗം ഉണ്ടായത് നമുക്ക് ഭാഗ്യം കിട്ടിയുള്ള. പട്ടാള ലൈഫിൽ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട്. കൂടെ നമ്മൾ മരിച്ചുപോയ സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് വെടികൊണ്ട്. അതും എൻ്റെ ഓർമ്മ 97 തോന്നുന്നത് കാശ്മീരിൽ വെച്ച്. 97 94 2 പ്രാവശ്യം ഞാൻ കാശ്മീരിൽ ഡ്യൂട്ടി നോക്കിയിട്ടുണ്ട്. ഒന്ന് 93 പോയിട്ട് ഒരു 3 വർഷത്തിന് ശേഷം വീണ്ടും വന്ന് പിന്നെ 97 പോയത്. 1 വർഷം കഴിഞ്ഞ് വീണ്ടും പോയി. അപ്പോൾ അവിടെ ആ സമയത്ത് ഈ 93 ചെല്ലുമ്പോൾ ഇത്തിരി പ്രശ്നമുള്ള സൈഡ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഈ പടക്കം പൊട്ടിക്കുന്ന പോലെയാണ് അവിടെ. അവർ ഇങ്ങനെ ഇടയ്ക്കിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. അവർ വെറുതെ ഇട്ട് പൊട്ടിക്കുകയാണ്. ചിലപ്പോൾ കൊണ്ടുവന്ന് നേരത്തെ നമ്മുടെ ക്യാമ്പിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. മനസ്സിലായോ? അങ്ങനെ അവർക്ക് ദീപാവലി പോലെയാണ്. അവന്മാർക്ക് വെറുതെ ഇരിക്കാനുള്ള നമ്മ അറിയണില്ലല്ലോ. അവരൊക്കെ ഈ പൊതിഞ്ഞ് കെട്ടി ഇങ്ങനെ അവരുടെ പട്ടാള കാശ്മീരികളുടെ ഡ്രസ്സ് തന്നെ ഒരു പ്രത്യേക ഡ്രസ്സാണ്. നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ അടുത്ത് റൈഫിൾ ഉണ്ടോ ഇല്ല എന്നുള്ളത്. രാത്രി ആയി കഴിഞ്ഞാൽ അവരിങ്ങനെ ഒന്നിലെ മേലേക്കായിരിക്കും പൊട്ടിക്കുന്നത്. എവിടെ നിന്നാ നമുക്കറിയില്ല. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ നിന്ന് ഇടയ്ക്ക് നമ്മൾ നിവൃത്തിയില്ലാതെ വരുമ്പോൾ നമുക്ക് ഓർഡർ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. നമ്മൾ തിരിച്ചും പൊട്ടിക്കും. അങ്ങനെ ഒരിക്കൽ എൻ്റെ സുഹൃത്ത് കുട്ടായി എന്നാണ് അവൻ്റെ പേര്. കുട്ടായി എന്നാണ് വിളിക്കണത്. കുട്ടൻ വയനാട്ടുകാരനാണ്. അവൻ എൻ്റെ മുമ്പിൽ തന്നെ കിടന്ന് മരിച്ച അനുഭവമൊക്കെ നമുക്കുണ്ടായിരുന്നു വെടി കൊണ്ടിട്ട്. അങ്ങനെ പല സംഭവങ്ങളും ഒരുപാട്. അതായത് അവിടുത്തെ ആൾക്ക് ഒരുപാട് ഡെഡ് ബോഡി നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വയറ്റിൽ മരിച്ചവർ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് അനുഭവം ഉണ്ട്. അങ്ങനെ പട്ടാള ബോർഡറിലൊക്കെ ടിക്കറ്റ് ഫോട്ടോ അങ്ങനെ ബോർഡർ ഉണ്ടോ? അങ്ങനെ ബോർഡർ ഏരിയ ആണല്ലോ കാശ്മീരിന്റെ രാജസ്ഥാൻ പോലെ ഇങ്ങനെ ബോർഡർ ഏരിയ ആണ്. ബോർഡർ ഏരിയയിലും ഡ്യൂട്ടി ഉണ്ട്. ബോർഡർ ഏരിയ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 24 hours ഡ്യൂട്ടിയാണ് അവിടെ. ബോർഡറിൽ നമ്മൾ നോക്കിയിരിക്കണം. ഇല്ല, 3 പേരുണ്ട്. ഇപ്പൊ 3. നേരത്തെ 2 പേരെ ഉണ്ടാവുള്ളായിരുന്നു. ഇപ്പൊ 3 പേരായി. രാത്രിയും അവർ തന്നെയാണ് ഡ്യൂട്ടി. ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പകല് നോക്കുന്നവര് രാത്രി നോക്കണ്ട. അങ്ങനെ മാറി ഒരു 3 മണിക്കൂർ വെച്ച് അന്നത്തെ. ഇപ്പോഴത്തെ റൂൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ സമയത്ത് ഇപ്പൊ വൈകിട്ട് നമ്മളിപ്പോ ഒരു 5-5:30 ആകുമ്പോൾ നമ്മളുടെ നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ പോകുക. പാണ്ടൊക്കെ ആയിട്ട് ബോർഡർ ഏരിയയിലോട്ട് പോകും. ഇപ്പൊ രാജസ്ഥാനിലാണെങ്കിൽ തന്നെ കംപ്ലീറ്റ് മരുഭൂമിയാണല്ലോ. അപ്പൊ അവരെ ഇങ്ങനെ ഫില്ലർ ഇട്ട് ഇങ്ങനെ വെയിൽ പോലെ ഇങ്ങനെ കെട്ടിയിട്ടാറുണ്ട്. അപ്പൊ അതിനൊക്കെ ഒരു 50 മീറ്റർ അകലെ നമുക്കൊരു ചെറിയൊരു വീടല്ല, വെറുതെ ഇങ്ങനെ ഒരു അടയാളം നമ്മൾ അതിനകത്താണ് ഡ്യൂട്ടി നോക്കണേ എന്നുള്ളതിൽ. ഇപ്പൊ നല്ല സൗകര്യമൊക്കെ നല്ല. ശരിക്കും അവർക്ക് ബങ്കർ എന്ന് പറയുന്ന വീട്ടിൽ കൊണ്ടുപോയേക്കാത്ത വിധത്തിൽ ചാക്കിൽ മണ്ണൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിങ്ങനെ തോക്കും വെച്ച് ഇങ്ങനെ നോക്കിയിരിക്കാം. അങ്ങോട്ട് ആ വിധത്തിലുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. പണ്ട് അങ്ങനെയൊന്നുമില്ല. ചുമ്മാ അവിടെ പോയി കിടക്കുകയോ വെറുതെ നമ്മ തന്നെ ഒരു ഇതുപോലെ ആക്കിയിട്ട്. അപ്പോൾ ഒരു 6-9 മണി വരെയൊക്കെ വർത്താനം പറഞ്ഞിരിക്കും. പിന്നെ ഒരാളോട് പറയും, 2 പേരോട് പറയും കിടന്നുറങ്ങിക്കുമെന്ന് പറയും. എന്നിട്ട് 9 മണി തുടങ്ങി ഒരു 10:30, 11:30 വരെ ഒരാൾ നോക്കും. അങ്ങനെ 2.5 മണിക്കൂർ ഇടവിട്ട് ഓരോരുത്തർ നോക്കും.
ഇത്ര നാള് ഇത്ര ആ അത് നമ്മളെ ഡ്യൂട്ടി നോക്കണ്ടെന്ന് അറിയാനായിട്ട് വേറെ ടീം പാതിരാക്ക് എപ്പോഴാണെന്ന് പറയാൻ പറ്റൂല, ചെക്കിങ്ങിനും വരും. ഡ്യൂട്ടി എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ഡ്യൂട്ടിയിൽ ഉറങ്ങാൻ പറ്റൂല. പക്ഷെ ഈ രണ്ടുപേർക്ക് കിടന്നുറങ്ങാം കൂടെ ഉള്ളവർക്ക്. ഭക്ഷണം വെള്ളം കൊണ്ടുപോയിട്ടുണ്ടാവും. ഭക്ഷണം നമ്മൾ കഴിച്ചിട്ടാണ് വന്നത്. വൈകുന്നേരം 5:30-6 മണിയാകുമ്പോൾ ഭക്ഷണം കഴിച്ചിരിക്കും വൈകുന്നേരത്തെ. പിന്നെ ഭക്ഷണമൊന്നുമില്ല, പിന്നെ വെള്ളം മാത്രമേ കൊണ്ടുപോകുള്ളൂ. പിന്നെ കിടക്കാനുള്ള ഒരു സൗകര്യം വെറുതെ. രാജസ്ഥാനിലെ ഡ്യൂട്ടി അങ്ങനെയായിരുന്നു, മനസ്സിലായി. ഇപ്പൊ പട്ടാളക്കാർക്ക് അതിലും നല്ല സൗകര്യമൊക്കെ ഉണ്ട്. സേഫ്റ്റിയാണ് ഇപ്പോൾ ഉള്ളവരുടെ കാര്യം. കാരണം അവർക്ക് ആ ബങ്കറൊക്കെ ഇട്ട് അതിനകത്ത് ഇരുന്നാൽ മതി. അതിനകത്തൊക്കെ വെടി വന്നാലും വെടി കൊണ്ട് വെക്കൂല. ആ വിധത്തിലുള്ള പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പൊ സേഫ്റ്റിയാണ്. പണ്ട് അങ്ങനെയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ പോയി കിടക്കുക. നമ്മ തന്നെ ഒരു സ്ഥലം ഉണ്ടാക്കണം ഇവിടെ. പിന്നെ 50 അടി 100 അടി നീളത്തിന് അപ്പുറത്ത് വേറെ 3 ടീം ഇങ്ങനെ ബോർഡർ ഏരിയ കംപ്ലീറ്റ് സേഫ്റ്റി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ രാവിലെ പിന്നെ ഒരു ടബർ കൊടുത്തിട്ടുണ്ട്. അത് നല്ല പൊക്കത്തിലാണ്. ടബറിൽ ഒരാൾ ഡ്യൂട്ടിക്ക് വരും. അപ്പോഴേ നമ്മൾ പോരാൻ പാടുള്ളൂ. ഫ്രഷായിട്ട് പോയിട്ട് പോരാ. കാരണം ഈ ടവറിൽ വന്ന ആള് പുള്ളി വൈകുന്നേരം പുള്ളി ഭക്ഷണമൊക്കെ ആയിട്ട് വന്നത് ഉച്ചക്കലത്തെ. അല്ലെങ്കിൽ ഉച്ചക്ക് ഒരാളെ ചേഞ്ച് ആക്കാൻ വേറൊരാൾ വരും. ടവറിൽ നോക്കിയിരുന്ന ഇങ്ങനെ വയനാട്ടിൽ വെച്ച് ബോർഡർ ഏരിയ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകല്. രാത്രി ഇങ്ങനെയാണ് 3 പേരുടെ ഡ്യൂട്ടി. അങ്ങനെ പട്ടാളത്തിലെ ബോർഡർ ഏരിയയിലെ ഡ്യൂട്ടി അങ്ങനെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് പൊതുവെ. ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പാട്ട് ഡാൻസ് അതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്. പക്ഷെ ബോർഡർ ഏരിയയിൽ ഇപ്പൊ അന്ന് കുറവായിരുന്നു. ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് ചൊവ്വ, ബുധൻ, ശനി ഈ 3 ദിവസം നമുക്ക് മീറ്റ് ഡേ ആണ്. അതായത് അന്ന് ചപ്പാത്തിയോട് ഭക്ഷണ ഇറച്ചിക്കറികൾ, അതായത് കോഴിയാണെങ്കിൽ കോഴി അല്ലെങ്കിൽ മട്ടൺ എന്തെങ്കിലും ആയിരിക്കും. അന്ന് എല്ലാവർക്കും ഒരേ പെഗ് ഇഷ്യൂ ഉണ്ട്. ഒരു പെഗ് കഴിക്കാമെന്നാണ്. അപ്പൊ ചില പട്ടാൾക്കാർ ഇപ്പൊ എന്നെ പോലെ തന്നെ ഞാൻ മദ്യപിക്കാറില്ല. അപ്പൊ എന്റെ പെഗ് വേറൊരാള് അതാവോ നിസ്സാര പൈസ ഉള്ളതിന് വെറുതെ തന്നെയല്ല നിസ്സാര പൈസ. ഇപ്പൊ ഞങ്ങളാ സമയത്ത് എന്തോ 2 രൂപ 3 രൂപ ഉള്ളൊരു പെഗിന് ആ സമയത്ത് ആ പൈസ അവര് കട്ട് ചെയ്യും. അങ്ങനെ ഒരു പെഗ് കൊടുത്തിട്ട് പോയി ഭക്ഷണം കഴിക്കുക. അത് ഈ ആഴ്ചയിൽ 3 ദിവസം മാത്രമുള്ള കേട്ടോ. തിങ്കൾ, ബുധൻ, ശനി അന്ന് ഒരേ പെഗ് അടിക്കാം പട്ടാളക്കാർക്ക്. പിന്നെ അല്ലാതെ വല്ല ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ഹെഡ് ക്വാർട്ടറിൽ അവിടെ ആഘോഷമായ പരിപാടികളൊക്കെ ഉണ്ടാവും. അത് ഹെഡ് ക്വാർട്ടർ ഇപ്പോൾ ഇത്തിരി ഇപ്പോൾ ബോർഡർ ഇതാണെങ്കിൽ ഹെഡ് ക്വാർട്ടർ എറണാകുളത്തായിരിക്കും. അത്ര അവിടെ സേഫ്റ്റി ഉള്ള സ്ഥലം, എല്ലാ സൗകര്യങ്ങളും കൂടിയാണ്. അവിടെ നല്ല പരിപാടികളൊക്കെ ഉണ്ടാവും. എന്തെങ്കിലുമൊക്കെ പരിപാടി ഇപ്പോൾ ആഗസ്റ്റ് 15 വന്നു കഴിഞ്ഞാൽ ആഘോഷമാണത്. നാട്ടിൽ വരുമ്പോ മറ്റേ കോട്ട കൊണ്ടുവരുമ്പോൾ കഴിക്കാറില്ല? ഇല്ല, ഞാൻ കഴിക്കാറില്ല. അങ്ങനെയാണ് പട്ടാള ജീവിതം. പിന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മ 21 വർഷം സർവീസ് ചെയ്ത് സേഫ്റ്റി ആയിട്ട് വന്ന്. പിന്നെ എൻ്റെ കൂടെ ട്രെയിനിങ് ചെയ്ത 2 പേരൊക്കെ ആ സമയത്ത് തന്നെ മരിച്ചിട്ടുണ്ട്. ഒരാള് ഞങ്ങൾ ഈ ഒരു എന്താണ് അതിൻ്റെ റൈഫിൾ ഫയർ ചെയ്തു പ്രാക്ടീസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ തന്നെ എന്ത് പറ്റിയെന്നോ, അവൻ്റെ അടുത്ത് അതായത് പൊട്ടിക്കിടന്ന വെച്ച സാധനമാണ്. അതായത് ഇവിടുന്ന് ഗ്രേനേഡ് എറിഞ്ഞിട്ട് പൊട്ടും. അത് പ്രാക്ടീസ് ആയിരുന്നാണ് ഗ്രേനേഡ് എറിയുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ടീം ഗ്രേനേഡ് എറിഞ്ഞ് അവിടെ പൊട്ടാതെ ഒരെണ്ണം കിടപ്പുണ്ടായി. അവർ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ആന്ധ്രക്കാരനാ, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, എന്തോ ഒരു റെഡ്ഡിയാണെന്ന് അറിയാം. അവൻ്റെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് സമയത്ത് പോയെന്ന് പറഞ്ഞാൽ അവൻ ഇപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ ഒരു സെക്ഷൻ്റെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ മാറി വയ്ക്കും. അവർ സേഫ്റ്റി ആണെന്ന് അറിയാൻ വേണ്ടി. അപ്പോൾ അവിടെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാകുന്ന അറിയാൻ വേണ്ടി ആൾക്കാർ വല്ലതും ആ സൈഡിൽ കൂടെ, ആ സൈഡിൽ ആരും ഉണ്ടാവില്ല, എന്നാലും എല്ലാ സേഫ്റ്റിയിലും വെച്ചിട്ടാണ് ഇവിടെ ഫയറിങ്ങും ഗ്രേനേഡ് എറിയലൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ പ്രാക്ടീസ് നടന്നിരിക്കുമ്പോൾ ഇവനെ ഇതേപോലെ അവൻ സേഫ്റ്റി നോക്കാൻ വേണ്ടി അവിടെ പോയി ചെക്ക് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ അവന് അവിടെ കിടന്നൊരു ഗ്രേനേഡോട് സാധനം കിട്ടി. പക്ഷെ അത് പൊട്ടിയിട്ടുണ്ടായില്ല. അവൻ അത്രക്ക് ബുദ്ധി പോയില്ല, പൊട്ടിയിട്ട് ഉണ്ടായില്ല എന്നുള്ളത്. അവനതെടുത്ത് ഇങ്ങനെ വെറുതെ കുത്തി നോക്കി. അതവിടെ നിന്ന് പോയിട്ട് ആള് വിറക് കഷ്ണം പോലെ വിറക് കഷ്ണം കത്തിക്കരിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, ആളതേപോലെ ആയിപ്പോയി. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആന്ധ്രക്കാരന് അവന് ഒരു ഇതും കിട്ടിയില്ല എന്നുള്ളതാണ്. അന്ന് 90-ലെ സമയം ട്രെയിനിങ് അടങ്ങുന്ന സമയത്താണ്. ആ ഡെഡ് ബോഡി പോലും നാട്ടിലെത്തിക്കാൻ പറ്റിയില്ല. അന്ന് റൂളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴേ റൂളൊക്കെ വന്ന് ഡെഡ് ബോഡി നാട്ടിലെത്തിക്കും എന്നുള്ളത്. അന്ന് ആ പാവത്തിന് അവിടെ തന്നെയാണ് അടക്കം ചെയ്തത്. അതൊക്കെ ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. സർവീസിന് പിന്നെ വേറെന്ത്? സർവീസ് കഴിഞ്ഞ് വന്ന പിന്നെ ഞാനിവിടെ എൻ്റെ സുഹൃത്തുണ്ട് ലാക്രോണ, നമ്മുടെ ഒരു സുഹൃത്താണ്. പുള്ളി നേരത്തെ ഞാൻ പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞിരുന്നു, ജോർജ് വരുമ്പോൾ എൻ്റെ കൂടെ നിൽക്കണം, കടയിൽ വരണം, കടയിലെ കാര്യങ്ങൾ നോക്കണമെന്ന് പറഞ്ഞു. അടുത്തുനിന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാനൊരു
8-9 വർഷത്തോളം ഉണ്ടായി. നമ്മുടെ കൊറോണ വരുന്ന സമയം വരെ ഞാൻ അവിടെ ഉണ്ട്. അതിനുശേഷം പിന്നെ കടയൊക്കെ അടച്ചല്ല. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇനി ഇവിടെ നിന്നാൽ ശരിയാവൂലെന്ന് തോന്നി നമ്മ അവിടെ നിന്ന് ഞാൻ പോരുകയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നതാ. അങ്ങനെ കുറച്ചാൾ വീട്ടിലിരുന്ന് അപ്പോഴാണ് ഹൈക്കോടതിയിൽ വിളിച്ചത് തന്നെ. നമ്മളുടെ അറിയുന്ന ഒരു പാർട്ടി പറഞ്ഞിട്ട് ഇവിടെ ഒരു ചാൻസ് ഉണ്ട്, ഒരു സെക്യൂരിറ്റി വേണം, 2 പേരുണ്ട് ഇവിടെ ഓൾറെഡി, ഒരാൾ കൂടി വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ വിളിച്ച് 2019 ലാസ്റ്റ് ഞാൻ അങ്ങോട്ട് പോയി സുഖമായിട്ട് അവിടെ ഡ്യൂട്ടി ചെയ്യുന്നു. ഇത്രയും വർഷവും അവിടെ തന്നെയുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഈ അഗ്നിവീറിനെ പറ്റി അഗ്നിവീർ എന്ന് പറഞ്ഞാല് അതായത് സർക്കാർ സത്യം പറഞ്ഞ സർക്കാർ പൈസ ലാഭിക്കാനുള്ള പരിപാടിയാണത്. കാരണം പെൻഷൻ കൊടുക്കണ്ട, അതാണ് മെയിൻ. പട്ടാൾക്കാരന് പെൻഷൻ കിട്ടൂല ഇപ്പൊ കയറുന്ന പിള്ളേർക്ക്. കുറച്ചാൾ അവർക്ക് സർവീസ് ചെയ്താൽ അവർക്ക് പോരങ്ങാട്, അല്ലാതെ പെൻഷൻ ആ സമയത്ത് ഒരു തുക കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഒരുപാട് പിള്ളേർ അഗ്നിവീറിൽ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതാ കുഴപ്പം. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അത് ശരിയല്ല. കാരണം അവൻ ഒരു പട്ടാളക്കാരനാകുന്നു. കാരണം അവൻ പെൻഷൻ ഇല്ലാത്തത് കൊണ്ട് അവന് ആത്മാർത്ഥതയൊന്നും ഉണ്ടാവില്ല പട്ടാളത്തിൽ. ട്രെയിനിങ് ഒക്കെ അവൻ ചെയ്യും. ഇപ്പോൾ ഒരുപാട് പേര് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട്. കാരണം ഓഫീസറായിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോരെയാണ്. കാരണം പണ്ടത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസിപ്ലിനായി. ഇപ്പം ഡിസിപ്ലിനൊക്കെ കണക്കാണ് ഇപ്പോഴത്തെ കാലത്ത്. കാരണം അവർക്കറിയാം ഇന്നത്തെ പെൻഷനൊന്നും ഇല്ലല്ലോ കിട്ടുക, ആ ജോലി ചെയ്യുന്ന ശമ്പളം മാത്രമേ കിട്ടുന്നുള്ളൂ. അവരവരുടെ തോന്നിവാസം പോലെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഞാൻ പലരോടും ഇപ്പോൾ പഴയ ആൾക്കാരോടും ചോദിച്ചു, അവർ പറഞ്ഞ് അത് ശാശ്വതം ആവൂലെന്ന് തന്നെയാണ് പറയുന്നത് അഗ്നിവീറിലെ പരിപാടി. അത് ശരി. കാരണം പട്ടാളക്കാരൻ 10-20 വർഷം സർവീസ് ചെയ്തിട്ട് അവന് പെൻഷനിൽ പിന്നെ എന്താ കാര്യം? അവൻ്റെ ജീവിതകാലം മുഴുവൻ പട്ടാളത്തിൽ കിടന്നിട്ട് നാട്ടിലോ അതാ പെൻഷനില്ലെങ്കിൽ അതുകൊണ്ട് കാര്യമില്ല. കുറച്ച് പൈസ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അഗ്നിവീറിനെ പറ്റി എനിക്ക് അഭിപ്രായവും ഇല്ല. അതുകൊണ്ട് ഈ അഗ്നിവീറിൽ പിള്ളേരുടെ ഫോളോ അപ്പ് അങ്ങനെ അല്ല, അതിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനെ ഇതുവരെ എനിക്ക് കൃത്യമായിട്ടൊന്നും അറിയില്ല. എടുക്കുന്നവരോട് പറഞ്ഞേക്കണ കണ്ടീഷൻ ഇതാണ്: നിങ്ങൾക്ക് ഇവിടെ സർവീസ് ചെയ്യുന്ന അത് കൂടി വന്ന 20 വർഷം അല്ലെങ്കിൽ 15 വർഷമാണ് സർവീസ്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു അതായത് നമ്മുടെ ഈ ശമ്പളത്തിൽ നിന്ന് തന്നെ പിടിക്കുന്ന ഒരു PF തന്നെയാണത്. അതിൻ്റെ ഡബിൾ കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് നമ്മൾ ജീവിച്ചോളണം. അല്ലാതെ ഈ പേരും പറഞ്ഞ് പെൻഷന് അങ്ങനെയൊന്നും ഒരു ഇതുമില്ല. മനസ്സിലായ? ഞങ്ങൾക്ക് അങ്ങനെയല്ല. നമുക്ക് പെൻഷനുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പം മെഡിക്കൽ എല്ലാം ഉണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമുക്ക് സുഖമാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പണിക്ക് പോയില്ലെങ്കിൽ എനിക്ക് ജീവിക്കാം, എനിക്ക് എൻ്റെ വൈഫിനും ജീവിക്കാം. നല്ല പെൻഷൻ എനിക്കുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഇപ്പം കയറ്റുന്ന പട്ടാളക്കാരുടെ കാര്യം ബുദ്ധിമുട്ട് തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം പെൻഷൻ ഇല്ലാത്ത ഒരു പട്ടാളക്കാരൻ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല. മനസ്സിലായ? കാരണം അവൻ്റെ ജോലിയിൽ അവൻ അത്രയ്ക്ക് ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ പല മേലെ കിട്ടുന്ന ജോലിയിൽ കിട്ടുന്ന വലിയൊന്നും പട്ടാളത്തിലല്ലോ. ഇങ്കാണെങ്കിലും സ്പോർട്സ് ബന്ധപ്പെട്ട കാര്യങ്ങളിലും അതിന്റെ അത്രയുള്ള ഇങ്കൊന്നും പട്ടാളത്തിൽ കിട്ടണം. അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ട്? അല്ല, പട്ടാളത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൻ പട്ടാളക്കാരനായി കഴിഞ്ഞാൽ അവൻ്റെ മൈൻഡ് മാറും. അവൻ പട്ടാളക്കാരനായി കഴിഞ്ഞാൽ അവൻ ഇന്ത്യക്ക് വേണ്ടിയുള്ള ചിന്ത വേണമല്ലോ. അല്ലാതെ അത് വേണം ഇത് വേണം എന്നുള്ള ചിന്ത ഒന്നും അവനില്ല. അവൻ ഇന്ത്യക്ക് വേണ്ടി, ഭാരതത്തിന് വേണ്ടി അവൻ ജീവിക്കുന്നതാണ്. മനസ്സിലായ? പിന്നെ ഞങ്ങളുടെ കാലത്തുള്ള പട്ടാളക്കാരെന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അവൻ ആത്മാർത്ഥമായിട്ട് തന്നെ പട്ടാളത്തിൽ നിന്നേക്കണം. അവൻ രാജ്യത്തിന് വേണ്ടി എന്തും ചെയ്യും. മനസ്സിലായ? അത് ഒരു പവറായിരുന്നു അവൻ്റെ ഞങ്ങളുടെ കാലത്തുള്ളത്. അത്രക്ക് പവറായിരുന്നു. പക്ഷെ ഇന്നത്തെ കാര്യം എനിക്കറിയില്ല. ഇന്നങ്ങനെ പിള്ളേർക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്ക് എപ്പോഴും ഇന്നത്തെ ജനറേഷൻ ഈ മൊബൈലിലാണ്. അവർക്ക് ഇന്ന് നമ്മ നാട്ടിൽ കൂടി ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നെഞ്ചു വിരിച്ച് നടക്കണം കണ്ടിട്ടുണ്ടോ? കാണൂല ഒരു പയ്യനെ. പണ്ടൊക്കെ നമ്മ നടക്കുമ്പോൾ നമ്മ നടുനിവർത്തിയേ നടക്കുള്ളൂ. ഇന്നത്തെ പിള്ളേര് നടുനിവർത്തി നടക്കുന്ന പിള്ളേരില്ലെന്ന് വേണം പറയാൻ. കാരണം അവരെ എപ്പോഴത്തേ ഇങ്ങനെ നടക്കണം, ഇങ്ങനെ മൊബൈലും പിടിച്ച് എല്ലായിടത്തും ഞാൻ മുട്ടണണ്ട പിടിക്കണ്ടെന്ന് പറയാൻ പറ്റൂല. കാരണം അവർക്കപ്പോൾ ഈ പട്ടാളക്കഥയൊക്കെ പറഞ്ഞാലോ അല്ല പട്ടാളത്തിന്റെ കേസ് പറഞ്ഞാലോ അവർക്കത് ഏൽക്കൂല. കാരണം അവർക്ക് പഠിക്കണം, കുറച്ച് പൈസ ഉണ്ടാകും, ഒന്നിൽ ഗൾഫിൽ പോകണം അല്ലെങ്കിൽ വിദേശത്ത് പോകണം. ഇതൊക്കെയാണ് അവരുടെ ചിന്ത. അല്ലാതെ നാളത്തെ കാര്യം, നാളെ അങ്ങനെയുള്ള ഒരു ജീവിതം അതൊന്നും അവർക്ക് ചിന്തയില്ല. ഇന്നത്തെ പിള്ളേർ എൻ്റെ അഭിപ്രായത്തിൽ പഴയട്ടി പോയെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ കാണുന്നത് അങ്ങനെയാ. മനസ്സിലായ? പിന്നെ സ്പോർട്സും പട്ടാളത്തിൽ സ്പോർട്സിനൊക്കെ നല്ല ചാൻസ് ആയിരുന്നു. ഞാൻ കുറച്ച് നാൾ ഫുട്ബോളിലായിരുന്നു. എനിക്കപ്പോൾ ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നില്ല. രാവിലെ ആയിട്ട് ഗ്രൗണ്ടിൽ പോവുക, പ്രാക്ടീസ് ചെയ്യുക, നല്ല മുട്ടയും പാലും ഒക്കെ നമുക്ക് കിട്ടും. പിന്നെ വൈകിട്ടും പ്രാക്ടീസ് ചെയ്യുക. BSF ടീം ഉണ്ടായിരുന്നു, കളിയുണ്ടെങ്കിൽ കളിക്കാൻ പോവുക. ഞാനൊരു 4 വർഷത്തോളം സ്പോർട്സിൽ തന്നെയായിരുന്നു. പിന്നീട് എൻ്റെ മുട്ടുകാലിന് പൊട്ട് വീണ് അങ്ങനെ കളി നിർത്തിയതാണ്.
അപ്പോൾ അവർ എന്നെ ബോർഡറിലേക്ക് പറഞ്ഞു വിട്ടു. അല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞപ്പോൾ കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്നെ ബോർഡർ അന്ന് തുടങ്ങി ഞാൻ ബോർഡർ ഡ്യൂട്ടിയാണ്. പിന്നെ എനിക്ക് ഡ്രൈവിംഗ് അറിയായിരുന്നു. കുറച്ചാൽ ഡ്രൈവിംഗ് സെക്ഷനിൽ നിന്ന് നമ്മളുടെ 20 വർഷവും 21 വർഷവും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയി. അതിൻ്റെ ഇടയ്ക്ക് കാർഗിൽ യുദ്ധം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ കാശ്മീരിലുണ്ട്. അപ്പം നമുക്ക് ഏടൻ ഡ്യൂട്ടിയായിരുന്നു, സാധനങ്ങൾ എത്തിക്കുക. നമ്മൾ താഴെ കാശ്മീരിൽ ഇവരുടെ താഴെയായിരുന്നു, നമുക്ക് മേലോട്ടൊന്നും പോകേണ്ടി വന്നില്ല. ആ ഡ്യൂട്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്ത് കുഴപ്പമൊന്നും ഉണ്ടായില്ല. കാർഗിൽ യുദ്ധം അങ്ങനെ ആർക്കും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അതിനെ കുറിച്ച് എന്താ? അത് പിന്നെ നമ്മുടെ ബോർഡറിൽ അവർ വന്ന് കിടക്കുകയായിരുന്നു. കാർഗിൽ ബോർഡർ നമ്മുടെയാണ്. നമ്മുടെ ഇതിൽ കയറിയിട്ട് അവര് മേലെ നിന്ന് താഴേക്ക് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റാത്ത കണ്ടീഷൻ വന്നുപോയി. ബോർഡറിൽ അവർ തമ്പടിച്ചേക്കായിരുന്നു ഒരുപാട് നാളായിട്ട്, നമ്മത് അറിയണില്ല. ലാസ്റ്റ് ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ തയ്യാറായി. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്. ഫ്രണ്ടിൽ പോകുന്നവർക്ക് ആർമിക്കാരെയാണ് ഫ്രണ്ടിൽ വിട്ടത്. അതിനുശേഷം ഞങ്ങൾ പുറകിൽ. അങ്ങനെ കുറച്ചുപേര് നമ്മളുടെ ആൾക്കാരന്ന് പോയി. പക്ഷേ ലാസ്റ്റ് നമ്മൾ തന്നെ ജയിക്കുകയും ചെയ്തു. നമ്മൾ അവിടെ ചെന്നു. പക്ഷെ അത് ഭയങ്കര അനുഭവമായിരുന്നു. കാരണം അന്നൊക്കെ ഏത് നേരം രാവും പകലും നമ്മുടെ ഡ്യൂട്ടിയിലാണ്. കാരണം നമുക്ക് ഡ്യൂട്ടി ഇല്ലെങ്കിൽ നമ്മൾ റൈഫിളിൽ റെഡി ആയിട്ട് നിൽക്കുകയാണ്, എന്ത് സംഭവിക്കാം. പക്ഷെ എനിക്കും ഇന്നും വലിയ ദൈവാനുഗ്രഹിച്ച് വലിയ ബുദ്ധിമുട്ടില്ല. നമുക്ക് അവർക്കുള്ള ഇടം എത്തിക്കുക, ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുക, മറ്റുള്ള എല്ലാ ഐറ്റംസും എത്തിക്കുക. അവിടെ ഒരു ബുദ്ധിമുട്ടും പാടില്ല അവർക്ക്. അപ്പം ഞാനെന്നാ എൻ്റെ ഭാഗ്യത്തിന് ഡ്രൈവിംഗ് സെക്ഷനിലായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോകേണ്ടി വന്നു. എല്ലാം അവരുടെ അടുത്ത് എത്തിക്കുക. അവിടെ നിന്ന് വേറെ ആൾക്കാർ കൊണ്ടുപോയിക്കോളും, മറ്റുള്ള പട്ടാളക്കാർ കൊണ്ടുപോയിരിക്കും. അങ്ങനെ ദൈവാനുഗ്രഹിച്ച ആ യുദ്ധം നമ്മൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ, കുറച്ചുപേര് നഷ്ടപ്പെട്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടാതെ കാർഗിൽ നമ്മൾ പിടിച്ചെടുത്തു. പക്ഷെ അവരുടെ ഒരുപാട് പേര് പോയി. പക്ഷെ അതൊന്നും ആരും രേഖപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. കാരണം നമുക്ക് നല്ല ഓർമ്മയുണ്ട് സാധനം കൂടെ ഉരുണ്ട് വന്നത്, ബോഡികൾ അതൊക്കെ എടുത്ത് നമ്മുടെ വണ്ടിയിലിട്ട് നമ്മൾ പുറത്ത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയണം, അതൊക്കെ കൊണ്ട് നമ്മ പുഴയിൽ ഒഴുക്കണേത്. ഇപ്പൊ സർവീസ് കഴിഞ്ഞിട്ട് പഴയ പട്ടാള ടീംസിനെ കാണാൻ അല്ലെങ്കിൽ പിന്നെ ഇവിടെ സംഗമമുണ്ട് ഞങ്ങൾ പെൻഷൻ പോയ ആൾക്കാര് ഡിസംബറിൽ ഇവിടെ സംഗമിക്കാറുണ്ട്. ഇപ്പൊ ഈ 2 വർഷമായിട്ട് സംഭവിച്ചില്ല. ഇനിയിപ്പോ അടുത്ത മാസം ഞാൻ മറ്റൊരു സുഹൃത്തിന്റെ വീട്ടിൽ പോകുന്നുണ്ട്, കൊല്ലത്ത് വെച്ചിട്ടുണ്ട് പരിപാടി. ഞങ്ങൾ ഇവിടെ നാട്ടിലോ ഈ കേരളത്തിലുള്ള പട്ടാളക്കാര് ഞങ്ങൾ അറിയാവുന്ന, ഞങ്ങൾ ഒന്നിച്ച് ട്രെയിനിങ് ചെയ്തവരും ഒന്നിച്ച് സർവീസ് ചെയ്തവരും വരെ യൂണിറ്റിലുള്ളവർ ഒരുപാട് പേരുണ്ട് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങൾ കുടുംബസഹിതം ഇവിടെ ഒരുപാട് ഡിസംബറിൽ ഒരുപാട് എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അടുത്ത മാസം ഞങ്ങൾ കൊല്ലത്ത് പോകുന്നുണ്ട്. എൻ്റെ കൂടെയുള്ള ഒരു പിള്ള, CA പിള്ള, അവൻ്റെ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് അവിടെ ഓരോ കുടുംബങ്ങൾ അവിടെ സംഗമിക്കും. ഒരു ദിവസം അവിടെ നിന്ന് ആഘോഷമായ പരിപാടികളാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് തിരിച്ചിങ്ങ് പോരും. അങ്ങനെ കൂടുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യും. കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പോകുന്നു കുഴപ്പമില്ലാതെ. കുടുംബത്തിനെ പറ്റിയത് രണ്ടോക്ക്? കുടുംബം എനിക്ക്, എൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ തറവാടാണ്. ഞാൻ തറവാട്ടിലാണ് താമസിക്കുന്നത്. ഞങ്ങൾ അപ്പച്ചനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു ഒരു കാലത്ത്. ഇപ്പൊ അവരാരും ഇല്ല, അവരൊക്കെ ഞങ്ങളെ വിട്ടു പോയി. ഇപ്പൊ ഇവിടെ ഉള്ളത് എൻ്റെ ഭാര്യയും 2 മക്കളുമാണ്. മക്കളില് മൂത്താള് UK അവൻ കഴിഞ്ഞ ജനുവരിയിൽ അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ്. മരുമോളും UK തന്നെയാണ്. അവള് കണ്ണൂക്കാരത്തിയ. അവരൊന്നിച്ച് UK സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ മോള് ദുബായിലാണ്, ചെറിയൊരു ജോലിയൊക്കെ ഉണ്ട് അവൾക്ക്. അവളും കുഴപ്പമില്ലാതെ. ഇവിടെ ഇപ്പൊ ഞാനും എൻ്റെ വൈഫും മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോകുന്നു. പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ട്, സഹോദരന്മാരൊക്കെ അവിടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് മാറി താമസിക്കുന്നുണ്ട്. 3 സഹോദരിമാരുള്ളവരൊക്കെ എല്ലാവരെയും കെട്ടിച്ചയച്ച് അവർ സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പച്ചനും അമ്മച്ചൊക്കെ മരിച്ചുപോയി. കുഴപ്പമില്ല, ഹാപ്പിയാണ്. ഇത്ര നേരം നമ്മളെ സഹായിച്ച ജോർജ് ചേട്ടന് നന്ദി പറഞ്ഞുകൊണ്ട് ഇത് വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു.